വേവിച്ച് കഴിച്ചാലാണോ അല്ലാതെയാണോ കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുക? തെറ്റിദ്ധാരണ വേണ്ട. കാര്യം ഇതാണ്. മുട്ട കഴിക്കുന്നത് നല്ലതാണെന്നും ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നതിന് മുട്ട നല്ലൊരു സ്രോതസ്സുമാണെന്നുമൊക്കെ നാം പണ്ട് മുതലേ കേൾക്കാറുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പ്രഭാത ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തുന്നതും നല്ലത് തന്നെ. എന്നാൽ ഒരു മുട്ടയിൽ എത്ര അളവിൽ പ്രോട്ടീൻ ഉണ്ടാകും? മുട്ട വേവിച്ച് കഴിച്ചാലാണോ അല്ലാതെ കഴിക്കുന്നതിലൂടെയാണോ പ്രോട്ടീൻ കൂടുതൽ ലഭിക്കുക? ഒരുതരം അമിനോ ആസിഡ് ആണ് പ്രോട്ടീൻ. ഇതൊരു കോംപ്ലക്സ് മോളിക്യൂൾ ആണ്. കോശങ്ങളുടെ വളർച്ചയ്ക്കുൾപ്പെടെ ഏറ്റവും അനിവാര്യമായത്. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീന്റെ അളവ് എത്രയാണെന്ന് നോക്കാം. 38 ഗ്രാമുള്ള ഒരു ചെറിയ മുട്ടയിൽ ഏകദേശം 4.9 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 44 ഗ്രാമുള്ള ഇടത്തരം മുട്ടയിൽ ഏകദേശം 5.5 ഗ്രാം ആണ് പ്രോട്ടീൻ. 50 ഗ്രാമുള്ള വലിയ മുട്ടയിൽ ഏകദേശം 6.3 ഗ്രാമും 56 ഗ്രാം മുട്ടയിൽ ഏകദേശം 7 ഗ്രാം എന്ന അളവിലുമാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. അതേസമയം 63 ഗ്രാം തൂക്കമുള്ള വലിയ മുട്ടയിലാകട്ടെ ഏകദേശം 7.9 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. US അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതനുസരിച്ച് 63 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടയുടെ മഞ്ഞക്കുരുവിൽ മാത്രം 2.7 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. മുട്ട എങ്ങനെ കഴിച്ചാലാണ് മുഴുവൻ പ്രോട്ടീൻ ലഭിക്കുക എന്ന കാര്യത്തിലും സംശയത്തിന്റെ ആവശ്യമില്ല. വേവിച്ച മുട്ടയിൽ നിന്നും വേവിക്കാത്ത മുട്ടയിൽ നിന്നും ഒരേ അളവിലുള്ള പ്രോട്ടീനാണ് ലഭിക്കുക. അതായത് വേവിക്കാത്ത മുട്ടയോ പുഴുങ്ങിയ മുട്ടയോ പൊരിച്ച മുട്ടയോ കഴിച്ചാലും പ്രോട്ടീന്റെ അളവിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല.